ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. എനിക്ക് ലോകത്തിൻ്റെ ജ്ഞാനം തീരെ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ ലോകത്തിലെ പണ്ഡിതന്മാരായ ആളുകൾക്ക് ആർക്കും മനസ്സിലാകാത്ത ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഭംഗിയായിട്ട് പറയുന്നത് കൊണ്ട് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതാണെന്ന് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാം. ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വിശദീകരിച്ചുകൊണ്ട് ഇത് സംസാരിക്കാൻ പോകുന്നു. ഈ വാക്യം ഒരിക്കൽ ഞാൻ ഡൽഹിയിലുള്ള കുത്തബ്മിനാറിനടുത്തുള്ള ഒരു ഭവനത്തിൽ ഏതാണ്ട് ഒരു 10-70 പേരോളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാനിടയായി. ഒരു അരമണിക്കൂർ സമയം എനിക്ക് പ്രസംഗിക്കാനൊരു അവസരം കിട്ടി. ഞാൻ അവരോട് പ്രസംഗിച്ചപ്പോൾ കൂട്ടത്തിൽ ഈ 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നാം എല്ലാവരും വാസ്തവത്തിൽ ദൈവങ്ങൾ ആകുന്നു എന്ന ആവേശത്തോടുകൂടി പ്രസംഗിച്ചു. അപ്പോൾ നാം ദൈവപുത്രന്മാരായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പുത്രൻ ദൈവങ്ങളാണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സംസാരിച്ചു. ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ പൊതുവേ പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയായിരുന്നു പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി ചെറിയ ഒരു ലഘുഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അതിലൊരാൾ കൊണ്ടുവന്ന് എൻ്റെ പോക്കറ്റിൽ 500 രൂപ ഇട്ടിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രസംഗമൊക്കെ നല്ലതായിരുന്നു, എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിലും മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ആ മീറ്റിങ്ങിൽ ക്ഷണിച്ച ആൾ വന്ന് എന്നോട് പുറകെ വന്ന് പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് കൾട്ട് പ്രസംഗിച്ചു എന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല, ഇനി വരരുതെന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതുവഴി കടന്നു ചെന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ആളുകൾ ചിലരെല്ലാം കണ്ടു. അന്ന് അവർ പറഞ്ഞു, താങ്കൾ അന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വിശദമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സത്യമായ കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരെല്ലാം മിക്കവാറും വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥന്മാരായ ആളുകളോടാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതും പോയി പറഞ്ഞത്. അപ്പോൾ പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ 10-200 പേരോളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ചർച്ചിൽ ഞാനും ആ മീറ്റിങ്ങിൽ വെറുതെ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ അവർ ക്ഷണിച്ചിരുന്ന ഒരു പ്രധാന പ്രാസംഗികൻ എന്തോ കാരണത്തിൽ അവിടെ വരാൻ സാധിച്ചില്ല. ഉടനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ എരോട് കൂടി പ്രസംഗിക്കുന്ന ഒരു ദിവാസം വന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആരാന്ന് കാണാൻ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ദൈവദാസന് പകരമായി ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട് ദൈവം സംസാരിക്കാനിടയായി. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര മനോഹരമാണെന്ന് ഓർക്കുക. പ്രിയമുള്ളവർ, പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവചനത്തിലെ സത്യമായിട്ടുള്ള പൊരുളായിട്ടുള്ള കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനുള്ള ഹൃദയം പ്രകാശിപ്പിച്ച് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സത്യം അറിഞ്ഞാൽ എത്ര വലുതാണെന്നറിയാമോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. യെരൂശലേം ദേവാലയത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. യേശു യെരൂശലേം ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ യഹൂദന്മാർ യേശുവിനെ വളഞ്ഞു. യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എത്ര കാലം ഞങ്ങളെ ഇതുപോലെ ആശിപ്പിക്കും? നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു.
യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പിതാവ് എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു, അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവരല്ല, അല്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. ഇത് നമ്മളെല്ലാവരും ബാധിക്കുന്നൊരു വിഷയമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ആടുകളിൽ പെട്ടവരല്ല എങ്കിൽ, അഥവാ ദൈവത്തിനുള്ളവരല്ല എങ്കിൽ ഈ വചനങ്ങൾ ഗ്രഹിക്കേണ്ട കാര്യമില്ല, ഗ്രഹിക്കില്ല. യേശു വീണ്ടും പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. അവർ യേശുവിനെ അനുഗമിക്കും. യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നു, യേശു അവരെ പെരിയല്ലി വിളിക്കുന്നു, യേശു അവരെ അറിയുന്നു, അവർ യേശുവിനെ അനുഗമിക്കുന്നു, യേശു പുറകെ പോകുന്നു. പിന്നെ വേറെ ലോകത്തിൻ്റെ പുറകെയല്ല. യേശു അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു. യേശു അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു. അവർ ഒരു നാളും നശിച്ചു പോവുകയില്ല. ഈ സത്യം ഒന്ന് അറിയാൻ ഇടയാകുന്ന എത്ര വലിയ ഭാഗ്യമല്ലേ. ഒരു നാളും നശിച്ചു പോവുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. നമ്മൾ യേശുവിൻ്റെ കരത്തിൽ എത്തിപ്പെട്ടാൽ, ദൈവസന്നിധിയിൽ എത്തിപ്പെട്ടാൽ, ഓർക്കുക, ലോകത്തുള്ള സകല പിശാചുക്കളും വന്നാലും നമ്മളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ശക്തനായവൻ്റെ കയ്യിൽ, ഏറ്റവും ശക്തനായവൻ്റെ കയ്യിലാണ് നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നത്. യേശു വീണ്ടും പറയുകയാണ്, അവരെ എനിക്ക് ഏൽപ്പിച്ച് തന്ന ഈ ആടുകളെ ഉണ്ടല്ലോ, പിതാവ് പുത്രനെ ഏൽപ്പിച്ച് കൊടുത്തതാണ്. ഏൽപ്പിച്ച് തന്ന പിതാവ് എന്നെക്കാളും വലിയവനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കില്ല. ഇപ്പം ആദ്യമേ പറഞ്ഞ യേശുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർക്കും പറ്റുകയില്ല. രണ്ടാമത് പറയുകയാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർക്കും പറ്റുകയില്ല. പിതാവും പുത്രനുമായി അത്ര വലിയ സ്നേഹത്തിലാണ്. പിതാവ് പുത്രനെ കൂടാതെ, പുത്രൻ അറിയാതെ ഒരു കാര്യം ചെയ്യല. അത്രയ്ക്കും വലിയ സ്നേഹത്തിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിതാവ് പുത്രന് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തു, സകല അധികാരം കൊടുത്തു. എല്ലാം പിതാവ് കൊടുത്തതാണ്. പിതാവ് അധികാരം കൊടുത്തതും, പിതാവിന് സ്വയമേ അധികാരമുണ്ട്. യേശുവിനുള്ള മുഴുവൻ അധികാരവും പിതാവിൽ നിന്ന് കിട്ടിയതാണ്. യേശു ഒരു കാരണവശാലും ഉടമസ്ഥനല്ല. ഉടമസ്ഥൻ ആരാ? പിതാവാണ്. അപ്പോൾ ഉടനെ എന്നിട്ട് യേശു പറയുകയാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഇത് പറഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ എറിയാനായിട്ട് കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനയാൽ അനേകം നല്ല പ്രവൃത്തികൾ ചെയ്തു. ഇതിലേത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ എറിയാനായിട്ട് കല്ലെടുത്തത്? അപ്പോൾ യഹൂദന്മാർ പറയാണ്, നീ ചെയ്ത യാതൊരു നല്ല പ്രവൃത്തി മുഖാന്തരമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പിന്നെ എന്താണെന്നറിയാവോ? നീ ദൈവദൂഷണം പറയുന്നു, 1. 2, നീ വെറും മനുഷ്യനായിരിക്കെ നീ ദൈവത്തോട് നിന്നെ തന്നെ സമനാക്കുന്നു. ദൈവപുത്രനാണെന്ന് പറഞ്ഞതാണ് ദൈവത്തോട് സമനാക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാം ദൈവപുത്രന്മാർ എന്ന പേര് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് വരുന്നു? ഓർക്കുക, ദൈവങ്ങളാണ്, ദൈവങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് ഗ്രഹിക്കാനിടയായ, ഇത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഇത് ഗ്രഹിക്കാൻ ഇടയാകുള്ളൂ. ദൈവത്തിൻ്റെ മക്കൾ ആരാ? ദൈവങ്ങളാണ്. മനുഷ്യൻ്റെ മക്കളാരാണ്? മനുഷ്യപുത്രന്മാരാണ്. മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യരാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരൊക്കെ ദൈവമാണ്. എങ്കിലും ഒരു കാര്യം ഓർക്കുക, പിതാവായ ഏക സത്യദൈവം മാത്രമേ ഉള്ളൂ. അത്യുന്നതനായ ഏക സത്യദൈവവും ദൈവത്തിൻ്റെ പുത്രന്മാരായ ക്രിസ്തു യേശു ആദിജാതനും നമ്മളെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാർ. ഈ സത്യങ്ങൾ എത്ര മറച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ, സാത്താനാകട്ടോ ഇതൊക്കെ മറച്ചു വെച്ചത്. ഇനി ഇത് പറഞ്ഞു ഉടനെ, നീ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടാണ് നിന്നെ കല്ലെറിയാൻ തയ്യാറായത് എന്ന് യഹൂദന്മാർ പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ.
അത് മാത്രമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആരുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ, അത് ആരേറ്റെടുത്തിട്ടുണ്ടോ അവർ അത്യുന്നതൻ്റെ പുത്രന്മാർ ആകുന്നു എങ്കിൽ, അവർ ദൈവപുത്രന്മാരാകുന്നു എങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഇല്ലേ? ഇത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അപ്പം എന്ന് പറയാണ്, എന്നിട്ട് ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നെ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. അതെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട്, പിതാവ് കൽപ്പിച്ച് പിതാവ് പറയുന്ന പിതാവിൻ്റെ പ്രവൃത്തി കണ്ടിട്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവൻ. ഇല്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എൻ്റെ പ്രവൃത്തി കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുവിൻ. എന്നെ വിശ്വസിക്കേണ്ട, ഈ പ്രവൃത്തി കാണുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലും അങ്ങനെ വിശ്വസിക്കാൻ. പിന്നെ അവർ പിന്നെയും യേശുവിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് കൊണ്ടോ, യേശു അവരുടെ നിന്ന് ഒഴിഞ്ഞുമാറി. ഇനി സങ്കീർത്തനം 82 അധ്യായം സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദൈവങ്ങൾ ആകുന്നു. ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മലയാളം ബൈബിളിൽ ദേവന്മാർ എന്നാണ്, ദൈവങ്ങൾ എന്നല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ എടുത്ത് വായിക്കുക, ദൈവങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ സാധാരണയായിട്ട് മലയാളം ബൈബിളെല്ലാം വായിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ ദൈവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു എന്നും നിങ്ങൾ അത്യുന്നതൻ്റെ മക്കൾ എന്നും ഞാൻ പറഞ്ഞു എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും, പ്രഭുക്കന്മാരെ പോലെ ലൂരുവിനെ പോലെ നിങ്ങൾ പെട്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മരണം, ഈ ശരീരത്തിലല്ല നമുക്ക് നിത്യതയോളം ദൈവത്തോടു കൂടെ ജീവിക്കാൻ. ഈ ശരീരം മാറ്റപ്പെട്ടിട്ട് യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുമ്പോൾ നമ്മൾ അവനെ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ വെളിപ്പെടും എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു, നിങ്ങൾ അങ്ങനെ ആകുന്നു താനും, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാർ തന്നെ, എങ്കിലും നിങ്ങൾ ഇതുവരെ എന്താകുന്നു എന്ന് ഇതുവരെയും വെളിവായിട്ടില്ല. യേശു പ്രത്യക്ഷനാകുമ്പോൾ യേശു എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും ആകും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ പത്മോസ് വെച്ച് യോഹന്നാൻ കണ്ടല്ലോ, കണ്ടത് ബോധം കിട്ടുപോയി. ആ തേജസ്സോടുകൂടി ക്രിസ്തു യേശുവിന് പിതാവ് എന്തെല്ലാം അധികാരങ്ങൾ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഈ അവകാശങ്ങളോടും അധികാരത്തോടും കൂടി ക്രിസ്തുവിൻ്റെ തേജസ്സോടുകൂടി തുല്യതയുള്ള ആ തേജസ്സോടെ ദൈവത്തിൻ്റെ പുത്രന്മാരായി നമ്മൾ പിതാവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യകാലം ശോഭിക്കും. പ്രിയമതേ, ഇതാണ് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കാതെ പോകരുതേ. ദൈവപുത്രന്മാരാകുവാനുള്ള ഒരു മുൻ നിയമനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വചനം മനസ്സിലാകും. പ്രത്യേകം ഓർക്കുക, ഈ തിരുവചനം എല്ലാ ദിവസവും നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കേൾക്കുന്നവർ ഈ മനുഷ്യൻ ഒരു നിസ്സാര മനുഷ്യനാണെന്ന് കരുതി നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ തള്ളിക്കളയരുതേ. ഇത് പണ്ഡിതന്മാർക്ക് വെളിപ്പെടാത്ത കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നാൽ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവം ഇങ്ങനെ ഒരു അവസരം ഇത് പറയാനായിട്ട് ഒരു അവസരം ദൈവം ഒരുക്കി തന്നല്ലോ. വാസ്തവത്തിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്, ഈ പ്രായത്തിൽ ദൈവം കൃപ തന്നില്ലായിരുന്നുവെങ്കിൽ വെറുതെ ചുരുട്ടിക്കൂട്ടി കളയുന്ന, ചവറ്റുകൊട്ടയിൽ ഇട്ട് കളയുന്ന ഒരു വേസ്റ്റ് പേപ്പറിന് തുല്യമായിട്ട് തീരേണ്ട വ്യക്തിയാണ് ഞാൻ.
ദൈവം ഉപയോഗിക്കുന്നു. സ്തോത്രം. ഈ വചനങ്ങളെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. നമുക്ക് ദൈവത്തിന് കർത്താവ് കൂടെ ഉണ്ടായിരിക്കട്ടെ.